മുത്താര ചങ്ങായിമാരെ മലവെള്ളപ്പാച്ചിലും കടൽക്ഷോഭവും എല്ലാം കൂടി ഒന്നിച്ച് വന്നിട്ട് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കാൻ പെടാപ്പാട് പെടാണ്. കടക്ക പറിക്കുന്ന കടക്കത്തൊഴിലാളികളാണ്. ഒരു കടക്ക നമ്മളെ കടക്ക പറയുന്നത് കണ്ടു നോക്കാം. ഈ സമയത്ത് തോണിയൊക്കെ നമ്മളിങ്ങനെ നല്ല ഒഴിവുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കും. തിരമാലകൾ വരാത്ത ഒഴിഞ്ഞ ഭാഗത്ത്. തിരമാലകൾ കടലിൻ്റെ ശക്തി കല്ലുള്ളതുകൊണ്ടിട്ട് തിരമാലകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒഴിഞ്ഞ ഭാഗത്താണ് നമ്മൾ തോണി കൊണ്ടുപോയി വെക്കൽ. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി നീന്തി പോക്കാണ്, കടക്ക പറിക്കുകയാണ്. ഇവിടെ ഓരോ കല്ലും ഇതൊക്കെ ആയിട്ട് കല്ലൊക്കെ നല്ല മൂർച്ച, നല്ല കഷ്ടപ്പെട്ടതാണ്. ഒരുപാട് ആളുകൾക്ക് പല പരിക്കും പറ്റുന്നുണ്ട്. പക്ഷെ ജീവിക്കാൻ വേണ്ടി വേറെ നിവർത്തിയില്ല. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടുനോക്കാം. ഇത്രയും ശക്തിയുള്ള തിരമാലകൾക്കുള്ളിൽ നിന്ന് കടക്ക പറിക്കണ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അച്ഛൻ്റെ മണിക്കൂർ കണക്കിന് മുന്നിട്ട് ആകെ കിട്ടിയ കടക്കാണ് ഇതൊക്കെ. അച്ഛ മാലിയിൽ നിന്ന് ഭാരിക്കാൻ സാധനം വലിയ കല്ലുമ്മക്കായി കേട്ടാ. അടിപൊളി വലിയ കല്ലുമ്മക്കായാണ്. വലിയ കല്ലുമ്മക്കായി, നല്ല ഇറച്ചിയാണ്. ഒന്ന് ഇറച്ചിയാണ് കയറി കടിക്കാൻ. വലിയ മരം ഇതൊക്കെ അത് ഒഴുകി വരണ മലവെള്ളപ്പാച്ചിൽ വരുന്ന മരങ്ങളൊക്കെയാണിത്. ഒരു കടക്കെടുത്ത് പോയി തോട് മൂടി കിടക്കുന്ന ഇറച്ചി. ഫുള്ള് ഇറച്ചിയാണ് കേട്ടോ. കടക്കയിൽ ഫുള്ള് ഇറച്ചിയാണ്. വേണ്ട, ഫുള്ള് ഇറച്ചിയാണ് കിടക്കില്ല. നല്ല ടേസ്റ്റുള്ള കിടക്കാണ് ചാലിയത്തെ കിടക്ക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചാലിയത്തല്ലാതെ വേറൊരു നാട്ടിലും ഈ സമയത്ത് കല്ലുമ്മക്കായി വറക്കാൻ പോകില്ല. വലിയ മരങ്ങളൊക്കെ അത് ഒഴുകുകയാണ്. ഇതെല്ലാം ചില സമയത്ത് മുങ്ങി പൊന്തണ സമയത്തായിരിക്കും തലയിലടിക്കുന്നത്. വലിയ മരത്തിൻ്റെ കഷ്ണമാണ് ഈ ഒഴുകി വരുന്നത്. ഇതെല്ലാം മുങ്ങി പൊങ്ങണ സമയത്ത് ചിലപ്പോൾ കടലിന് കൊണ്ടുവന്നിട്ട് തലക്കിട്ടടിക്കും. ഫിഷർമാൻ്റെ കഷ്ടപ്പാട്, ഈ കടലെത്തുന്ന കഷ്ടപ്പെടണം. അവിടെ കാണിക്ക്. വീഡിയോ എടുത്തപ്പോഴേ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം അവരൊക്കെ മുങ്ങണ ഇങ്ങനെ വീഡിയോയിൽ പിടിക്കുന്നുണ്ടപ്പം. ഞാൻ തന്നെ കുറച്ചു നമ്മൾ സാധാരണ മുങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കും. ഇതങ്ങനെ നിൽക്കാൻ കഴിയില്ല. കടൽ നമ്മളെ പൊക്കിയെടുത്തിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ അത്രയും സമയം നമുക്ക് നിന്നിട്ട് പണിയെടുക്കാനുള്ളൊരിത് കിട്ടൂല. കടൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വന്നടിച്ച് ആളെ കല്ലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് കളിക്കല്ലേ. ഈ കാണുന്ന ട്യൂബിലാണ് എല്ലാവരും കടക്കയിടും. എല്ലാവരുടെ കയ്യിലുണ്ടാവും ഓരോ ട്യൂബ്. എന്നിട്ട് അരയിൽ കെട്ടണ മാലി പറഞ്ഞാൽ അത് ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ. എല്ലാവരും തോണി വന്നിട്ട് തോണി അവിടെ വെക്കും. ഇങ്ങോട്ട് വെച്ചാൽ കടൽ കുടുങ്ങി കവുന്നു പോകണ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് തോണി എല്ലാവരും അപ്പുറത്ത് വെക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി വരുത്താം. ശരിയാണ്.
ഇത് തെരഞ്ഞ് ക്ലിയർ ആക്കണം. ഇതിൽ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് തെരഞ്ഞ് ക്ലിയർ ആക്കിയത് അതേപോലെ ഉണ്ടാവും. അത് മാലി തുറന്നാക്കി ഇതേപോലെ ഉണ്ടാവും. ഒരാളെന്ത് വേണ്ടതാ എടാ ഇരുമ്പ് പിടിച്ച് മാറടാ. കല്ലിന് തെറ്റിയാണ് പുലി മാന്തിയ മാതിരിയായത് നമ്മളെടുക്കണില്ലേ കല്ലുമ്പോ തെറ്റിയ. ചില ആളുകൾക്ക് കിട്ടൽ 5 കിലോ 4 കിലോ 6 കിലോ കടക്കല്ലാണ്. എന്താ ഒരാളെ കടക്കാണ് ഒരു 6-7 കിലോ ഉണ്ടാവും. അപ്പം കടലിൻ്റെ ഉള്ളിൽ നല്ല കടലിൽ അങ്ങോട്ട് പോയിട്ട് മുങ്ങണം, എന്നാലേ കടക്ക കുറച്ച് തോനെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് കടലിൻ്റെ ഉള്ളിൽ പോയി മുങ്ങണമെങ്കിൽ നല്ല പരിചയ സമ്പത്തും വേണം. പരിചയം ഇല്ലാത്തവർക്ക് ഒരിക്കലും കഴിയൂലത്. നല്ല പരിചയം തന്നെ വേണം. ഒന്ന് മനസ്സറിഞ്ഞ് പൊന്തിച്ചു കൊടു ബാസേ. ആ പിടി ഏലി അസമലി അല്ല ഏലേ അല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ തോണിയെല്ലാം ആങ്കർ ചെയ്ത് വെച്ചാണ്. ആങ്കർ പിടിച്ചിട്ട് തോണി ഒഴുകി പോകാതെക്കാൻ വേണ്ടിയാണ്. ആങ്കർ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ്ങിൽ ആങ്കറും ഉണ്ട്, അതുമേലൊരു നല്ല പാറക്കഷ്ണവും കെട്ടീന്, കല്ല് നല്ല വെയിറ്റുള്ള കല്ലും കെട്ടീന്. ഇത് രണ്ടും കൂടി കെട്ടിയാലേ നിൽക്കുള്ളൂ, അത്രയും നല്ല ഒഴുക്കാണ്. ഈ ആങ്കർ കുളത്തി നിൽക്കും. ആ കുളത്ത് ഒയ്യാതെ വെക്കാൻ ഒരു കഷ്ണം നല്ല വെയിറ്റുള്ള കല്ലും കെട്ടീന്. അതാണ് ആ കല്ല്. ഈ ഇപ്പുറം ആങ്കറും ഉണ്ട്. എന്താ ആങ്കറും ഇതാ. ഇത് രണ്ടും കൂടി വെച്ചിട്ടാണ് തോണി വിടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അപ്പുറം നീന്തിപ്പോയി കടക്ക കുറച്ച് വരുമ്പോഴത്തേക്ക് തോണി ഒഴുകി കരമേലോടെങ്കിലും കയറും. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും പോവാണ്. ഞമ്മക്കുള്ള കടക്കായിനി, ഞമ്മക്കുള്ള അളവായിനി. അളവില്ലാത്തൊരു ഇനി മുങ്ങുണ്ട്, ആവാത്തൊരു ആയാലും കരക്ക് പോവും. 20 കിലോനല്ലോ ഒരാൾക്ക് പറിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കരക്ക് പോവാണ്. കടക്കവറിന്റെ സുൽത്താൻ ബേജാർ. ഇതിനി തെരഞ്ഞ് ക്ലീൻ ചെയ്യണം കടക്ക. ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കടലടി കൊണ്ടാണ് ഇത് പറിച്ചുകൊണ്ടിരുന്നത്. കടലിന്റെ ഉള്ളിൽ പോയിട്ട് അപ്പോൾ നമ്മൾ കരയിലെത്തി. ഇനി നമ്മൾ കരയിൽ തോണിയൊക്കെ കരയിൽ കയറ്റി വെച്ചിട്ട് ഇത് തൂക്കി കൊടുത്ത് തെരഞ്ഞ് ക്ലിയറാക്കി തൂക്കി കൊടുക്കുന്നത് നമുക്കൊന്ന് കാണാം. സ്പീഡ് തട്ടു. ഇത് തെരഞ്ഞിങ്ങനെ വൃത്തിയാക്കണം. അതായത് ഇത് തൂക്കം കൊടുക്കുന്നതുകൊണ്ടിട്ട് ഇതിൽ ബാസ്റ്റ് ചണ്ടിയെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് തൂക്കാൻ പറ്റില്ലല്ലോ. അപ്പം നല്ല തെരഞ്ഞ് ക്ലിയറാക്കി ഒരു 1.5 കിലോ കൂടുതൽ ഇട്ടെടുക്കും. പിന്നെ എന്തെങ്കിലും വേസ്റ്റ് ചണ്ടിയോ കല്ലോ ഈ ചുള്ളിപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും വേണ്ടി ഒരു 1.5 കിലോ കടക്ക കൂടുതൽ കൊടുക്കും. 20 കിലോനാണ് സാധാരണ അളക്കൽ. 21.5 കിലോ കൊടുക്കും. ഇതെല്ലാം നോക്കും. ഇത് അങ്ങനത്തെ ഈ കല്ലും പൊടി ഉണ്ടാവും ഇതിന്. അപ്പോൾ ഇതിന് മുമ്പ് ഇതേപോലെ നമ്മൾ കടക്ക പറിക്കേണ്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് എല്ലാവരും ഞാൻ ക്ഷണിച്ചിന്, എല്ലാവർക്കും വന്ന് പറിക്കുക. അത് ഇത് കണ്ടുങ്ങാണ്ട് ഇപ്പോഴാരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അന്ന് ഒരുപാട് ആളുകൾ വന്നിനി, ഒരുപാട് ആളുകൾ കടക്ക പറിച്ചിന്, ഒരുപാട് ആളുകൾ പൈസക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിനി. ഇപ്പം നിങ്ങളാരും അങ്ങനെ വരരുത്. കാരണം ഇപ്പോൾ കടൽക്ഷോഭമാണ്, നല്ല പരിക്ക് പറ്റും. പരിചയമില്ലാത്തവനാണെങ്കിൽ കയ്യും കാലൊക്കെ കേടുവരും. ഇപ്പം നിങ്ങൾ വരരുത്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് മാത്രം. ഇപ്പം കടക്കൊക്കെ പോയ തോണികളാണ് ഈ വരുന്നത്. അളക്കണ സ്ഥലത്തേക്ക് പോവാണ്.
ഇത് -750 കാണിക്കുന്ന കൊട്ടൻ്റെതാണ്. വാരിട് ഇത് കച്ചവടക്കാരെ വകയുള്ളൊരു തെരച്ചിലാണ്. അതെങ്ങനെ തെരഞ്ഞാലും പോലൊന്ന് കൈയിട്ട് വളമാടും അതിൻ്റെ എത്തും. 21,600. ഇതൊക്കെ എടുത്തുവിടുക അങ്ങോട്ട് കച്ചവടക്കാരെ പെറുപെറ് അതൊന്ന് പറഞ്ഞോളാം. ചാലിയം, പറവൂക്ക്, കരുവന്തിരി അല്ല കടക്കവസാറ് ഇവിടെയൊക്കെ വന്നാൽ നല്ല ഫ്രഷ് കായിട്ട്. ചാലിയം, കരുവന്തിരത്ത്, പറവൂക്ക്, കോഴിക്കോട്. ഇവിടെ ചാലിയത്ത് ഹോൾസെയിലായിട്ട് 200 റുപ്യ. കച്ചവടക്കാരനാകുമ്പോൾ ഓലിക്ക് അതിൻ്റെ ആ ലാഭം ഓലെ പണിക്കാരെ കൂലി, പണിക്കാരെ കൂലി അങ്ങനെയൊക്കെ കച്ചവടക്കാർക്ക് നോക്കേണ്ടി വരും. ഇവിടെ ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കണ 200 റുപ്യ ആയിട്ട് 1 കിലോ കിടക്കാൻ. ചില്ലറ ഇവിടെ കച്ചവടക്കാർ 210 കൊടുക്കുന്ന പറഞ്ഞത്. പിന്നെ 210 ആളുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇപ്പോൾ കടൽക്ഷോഭം ഉള്ളതുകൊണ്ടിട്ടാണ് ഇത്ര വില കടക്കക്ക്. അല്ലെങ്കിൽ ഈ വില ഒന്നും ഉണ്ടാവില്ല. ഇതിന് മുമ്പ് നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലേ 100 റുപ്യ 110 റുപ്യ അല്ല അന്ന് 140 റുപ്യാണ് കിലോന്. 80, 60 ആവലുണ്ട്. ഇപ്പൊ കടൽക്ഷോഭം ആയതുകൊണ്ടിട്ട് കടക്കക്ക് വില കുറവാണ്, കൂടുതലാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടക്കക്ക് എല്ലാ സ്ഥലത്തെ കടക്കനെക്കാട്ടി വില കൂടും. ഇത് നാടനാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ചാലിയത്തല്ലാതെ വേറൊരു നാട്ടിലും കടക്കപ്പണി എടുക്കില്ല ആരും എടുക്കൂല, ഭയങ്കര കടൽക്ഷോഭം ആയതുകൊണ്ട്. പക്ഷെ ഇവിടുത്തെ ആളുകൾ എടുക്കും. ഇത് ഇവിടുത്തെ ചുണക്കുട്ടികളാണ്, പ്രളയത്തിനെല്ലാം പാറിപ്പറന്ന് കളിച്ച ചുണക്കുട്ടികളാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ പറക്കാര്. എപ്പോഴും ഏത് കടലത്ത് മുങ്ങണ കടൽ മുത്താണിത്. കിട്ടുന്നുണ്ടോ? കുറച്ച് അത്യാവശ്യം ചണ്ടിട്ട് നടക്കണ ആളാണ് കേട്ടോ. 21,200. പിന്നെ ഇന്നത്തെ വില 200 റുപ്യ കേട്ടോ. നാടൻ കടക്കക്ക് ഇന്നത്തെ വില 200. എത്ര കിലോ വേണമെങ്കിലും ഇവിടെ വന്നാൽ 10 റുപ്യ ലാഭത്തിന് എത്ര കിലോന് കിട്ടും കേട്ടോ. ഓക്കെ, ഞെട്ട് ചെറിയ നേരെ പറവക്കിൽ വന്നാൽ മതി കേട്ടോ. മൊത്തത്തിൽ ചില്ലറമായി മൊത്തമായി ഇവിടുന്ന് ഗോവ വരെ പോകുന്നുണ്ട്. ഗോവയിലേക്ക് വരെ കയറ്റിയേക്കുണ്ട്. ദുബായ്, ഗോവ അങ്ങനെയുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക്. കണ്ണൂര്, തലശ്ശേരിക്കെല്ലാം ഈ കടക്കാണ് കയറ്റിയേക്കണത്. അതിന്റെ ഏജന്റാണ്. മൊത്തത്തിൽ ചാലിയാർ കടുക്ക, നല്ല നാടൻ കടുക്കാണ് കേട്ടോ. നല്ല